അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ ഉപ്പ മരിച്ചിട്ട് 12 വർഷമായിട്ടോ. അപ്പോൾ അതിൻ്റെ ആണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായികളും നാത്തുമാരും കുട്ടികളും പേരക്കുട്ടികളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ എല്ലാവരും പാടെ ഒത്തുകൂടെ. അല്ലെങ്കിൽ എല്ലാവരും വരും, പക്ഷേ എല്ലാവരും പാടെ കിട്ടലില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോൾ പൂളൊക്കെ പുഴുങ്ങിയിട്ട് ഉണ്ടായിരുന്നു, ചമ്മന്തിയൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോളെ മേലൊക്കെ കഴുകിയിട്ട് ഓൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു മൗലൂദ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൗലൂദൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മൗലൂദൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം ആണുങ്ങൾക്കൊക്കെ ഇരുന്ന് ഓല കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവർ ലാസ്റ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. അതിനകത്തൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കൂടിയിട്ട്.